ജെയിംസ് വെബ്ബ് ടെലിസ്കോപ്പ് പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിലേക്ക് നോക്കിയപ്പോൾ ഒരു വിചിത്രമായ ഗാലക്സിയെ കണ്ടുപിടിച്ചു. XMM-WED ഒരു 2075. സാധാരണയായി ആദ്യകാല ഗാലക്സികൾ വളരെ വേഗത്തിൽ കറങ്ങുകയും പുതിയ നക്ഷത്രങ്ങളെ ധാരാളമായി സൃഷ്ടിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഗാലക്സി അങ്ങനെയല്ല. ഇതൊരു ഭീമൻ ഗാലക്സിയാണ്. ഏകദേശം 330 ബില്യൺ സൂര്യന്റെ ഭാരം വരും. പക്ഷേ അതിശയമെന്തെന്നാൽ ഇത് വളരെ പതുക്കെയാണ് കറങ്ങുന്നത്. ഇങ്ങനെയുള്ള പതിയെ കറങ്ങുന്ന ഗാലക്സികൾ സാധാരണയായി പ്രപഞ്ചം വളരെയധികം വികസിച്ച ശേഷമാണ് കാണപ്പെടുന്നത്. അവ നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നത് നിർത്തി വളരെ പതുക്കെ മാത്രം മാറുന്നവയാണ്. ശാസ്ത്രജ്ഞർ കരുതുന്നത് ഈ ഗാലക്സി ഒരുപക്ഷേ മറ്റ് ചെറിയ ഗാലക്സികളുമായി കൂടിച്ചേർന്നതുകൊണ്ടാകാം ഇങ്ങനെ പതുക്കെ കറങ്ങുന്നത് എന്നാണ്. കൂടിച്ചേരൽ കാരണം അതിന്റെ കറക്കത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കാം. പ്രപഞ്ചത്തിന്റെ ആദ്യകാലങ്ങളിൽ ഇങ്ങനെയൊരു ഗാലക്സി എങ്ങനെ രൂപപ്പെട്ടു എന്നത് ഒരു വലിയ ചോദ്യമാണ്. ജെയിംസ് വെബ്ബിന്റെ ഈ കണ്ടെത്തൽ ഗാലക്സികളുടെ വളർച്ചയെക്കുറിച്ച് നമ്മൾ ഇതുവരെ കരുതിയ പല കാര്യങ്ങളും തിരുത്തി എഴുതാൻ സാധ്യതയുണ്ട്.